ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ ഓണം ആഘോഷിക്കും ഇരട്ടി മധുരത്തോടെ. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. ആഘോഷങ്ങളെന്നും വേണൂസിനൊപ്പം. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് പാലസ് റോഡ്, തൃശൂർ. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളക്കര. ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഗുരുവായൂരിൽ ഉത്രാടക്കുല സമർപ്പണത്തിന് വൻ തിരക്ക്. കുരുക്കഴിയാതെ കുതിരാൻ മിന്നൽ സന്ദർശനം നടത്തി മന്ത്രി VS സുനിൽകുമാർ. തുരങ്കപാതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി. പുതുക്കാട് ദേശീയപാതയിൽ സർവീസ് റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. ടോൾ കമ്പനിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് നാട്ടുകാർ. കുഞ്ഞാലിപ്പാറയിൽ വേറിട്ട പ്രതിഷേധമൊരുക്കി നാട്ടുകാർ. ക്രഷറും ക്വാറിയും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കരിങ്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിഭവമൊരുക്കി. ഓണമുണ്ടായിരുന്നു വേറിട്ട പ്രതിഷേധം. വിൽപ്പനയ്ക്കായി വീട്ടിൽ വൻതോതിൽ മദ്യം വാങ്ങി സൂക്ഷിച്ചിരുന്നയാൾ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വള്ളിവട്ടം സ്വദേശി ദിലീപ് കുമാറാണ് പിടിയിലായത്. തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്നും 65 പവനും 1.5 ലക്ഷം രൂപയും നഷ്ടമായി. പണവും സ്വർണവും കവർന്ന ഡ്രൈവർ മുങ്ങിയതായി പരാതി. ജില്ലയിലെ മുത്തലാഖ് കേസിൽ നടപടി സ്വീകരിച്ച പോലീസ്. ആലത്തൂർ സ്വദേശിയായ യുവാവിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും ഒരു പൊന്നോണം കൂടി പടികടന്നെത്തി. നാളെ തിരുവോണം. ഓണം കെങ്കേമമാക്കാനുള്ള തിരക്കിലാണ് മലയാള മണ്ണും മലയാളികളും. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷകളുടെയും സമ്പൽ സമൃദ്ധിയുടെയും 1000 സ്നേഹപ്പൂക്കളം തീർത്ത് ഒരു പൊന്നോണം കൂടി. ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമയോടെ കൊണ്ടാടുന്ന എക്കാലത്തെയും പ്രിയപ്പെട്ട ആഘോഷമാണ് ഓണം. ഒരാണ്ടിന്റെ സ്വപ്നസാഫല്യവുമായി പടികടന്നെത്തിയ പൊന്നോണത്തെ ആഘോഷഭരിതമാക്കുകയാണ് മലയാള മണ്ണും മലയാളികളായ മാലോകരും. കാണം വിറ്റും ഓണമുണ്ണണമെന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കി മലയാളികൾ ഇന്നും ഈ ആഘോഷത്തെ വർണ്ണാഭമാക്കുന്നു. ഓണപ്പൂക്കളം, ഊഞ്ഞാലാട്ടം, ഓണക്കോടി, വിഭവസമൃദ്ധമായ ഓണസദ്യ, തുമ്പിതുള്ളൽ, വള്ളംകളി, പുലിക്കളി, കുമ്മാട്ടിക്കളി തുടങ്ങി ഓണം ഇന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത സുന്ദര ഓർമ്മകളുടെ പൂക്കാലമാണ്. കുടിലെന്നോ കൊട്ടാരമെന്നോ വ്യത്യാസമില്ലാതെ മലയാളിയായവൻ തിരുവോണത്തിന് ഓണക്കോടിയുടുത്ത് ഓണസദ്യയുണ്ണുന്നു. മഹാബലി എന്ന മലയാളിയുടെ മാവേലി മന്നൻ നാടുവാണ ഒരുമയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും ഒരു സുവർണകാലത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പൊന്നോണം. എല്ലാ ആഘോഷങ്ങളും വീടിന് പുറത്താകുമ്പോൾ ഓണം എന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഇളമുറ മുതൽ കാരണവർ വരെയുള്ളവർ ഒത്തുചേർന്ന് ആഘോഷ പൊലിമയേകുന്നു എന്നതാണ് സവിശേഷത. പ്രകൃതി പോലും ഓണത്തിന്റെ തെളിമയും സുഗന്ധവും കാഴ്ചയുടെ വിരുന്നും വിഭവങ്ങളുമെല്ലാം സമ്മാനിക്കുന്നു. മഹാബലി തന്റെ പ്രജകളെ കാണാൻ ആണ്ടിലൊരിക്കൽ വരുന്നുവെന്ന ഐതിഹ്യത്തിന് പുറമെ കർക്കിടകത്തിലെ ഞാറ്റുവേലകളിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിന്റെ ആഘോഷമായി കൂടി പൊന്നിൻ ചിങ്ങമാസത്തിലെ ഈ പൊന്നോണത്തെ കരുതിപ്പോരുന്നു. കാലവും കോലവും എത്ര മാറിയാലും ഓണം അന്നും ഇന്നും മലയാളിക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന നല്ലോർമ്മയാണ്. എത്ര തിരക്കിനിടയിലും മലയാളിയുടെ മണ്ണിലും മനസ്സിലും വിരിയുന്ന പൂക്കളങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഇന്നും ഓണമുണ്ട് എന്നതിൻ്റെ തെളിവും നിറക്കാഴ്ചയുമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പൂവിളിയുയർത്തി സ്നേഹത്തിൻ്റെയും നന്മയുടെയും ശുഭപ്രതീക്ഷകളുമായി ഈ ഓണം കൂടി നമുക്ക് നെഞ്ചേറ്റാം. മാവേലി നാടുവാണ് കള്ളവും ചതിയുമില്ലാത്ത ഓർമ്മകളിലേക്ക് വീണ്ടും എത്താം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ആ വലിയ സ്വപ്നത്തിൽ ഒന്നാകാം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.
ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി എ സി മൊയ്തീൻ നിർവഹിച്ചു. മന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചീഫ് വിപ്പ് കെ രാജൻ, മേയർ അജിത വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മുരളി പെരുന്നെല്ലി MLA, കെ വി അബ്ദുൽ ഖാദർ MLA എന്നിവർ പങ്കെടുത്തു. സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് KPSC ലളിത മുഖ്യാതിഥിയായിരുന്നു. പഞ്ചവാദ്യം, കേരളീയം, ഡാൻസ്, ഡ്രാമ, ഗീതം, സംഗീതം എന്നീ പരിപാടികളാണ് ആദ്യ ദിനം അരങ്ങേറിയത്. ഓണാഘോഷ രാവുകൾക്ക് നിറം പകർന്ന് തൃശൂർ സ്വരാജ് റൌണ്ടിൽ ദീപക്കാഴ്ചയൊരുക്കിയിട്ടുണ്ട്. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ പുലിക്കളിയോടെ സമാപിക്കും. എല്ലാ ദിവസവും വൈകിട്ട് വിവിധ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ജില്ലയിലെ ടൂറിസം മേഖലയിൽ വ്യത്യസ്ത ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ മനമൊരുക്കി പ്രാർത്ഥിച്ച് ഉത്രാട കാഴ്ചക്കുല സമർപ്പിച്ചതോടെ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ കൊടിമരത്തിന് മുൻപിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള കാഴ്ചക്കുലകളുടെ കൂമ്പാരമായി. 2000-ഓളം കുലകളാണ് ഉത്രാടത്തിന് ഭക്തർ ഭഗവാന് സമർപ്പിച്ചത്. രാവിലെ ശീവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണ ചടങ്ങ് ആരംഭിച്ചത്. കൊടിമരത്തിന് ചുവട്ടിൽ അരിമ വണിഞ്ഞതിന് മുകളിൽ നാക്കിലയിൽ മേൽശാന്തി പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി ആദ്യ കുല സമർപ്പിച്ചു. ക്ഷേത്രം അടിയന്തരക്കാരൻ കുത്തുവിളക്കുമായി അകമ്പടി സേവിച്ചു. തുടർന്ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും കീഴ്ശാന്തിക്കാരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ AV പ്രശാന്ത്, KK രാമചന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ SV ശിശിർ, K മുരളീധരൻ MP തുടങ്ങിയവരും കുലകൾ സമർപ്പിച്ചു കഴിഞ്ഞതോടെ ഭക്തർക്ക് സമർപ്പിക്കാനുള്ള അവസരമായിരുന്നു. തിരുമുൽക്കാഴ്ചയായി ലഭിച്ച കുലകൾ 3ആയി ഭാഗിച്ച് ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി. വടക്കേ നടയിൽ ആനയൂട്ടും ഉണ്ടായിരുന്നു. രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ ഭക്തർക്ക് കാഴ്ചക്കുല സമർപ്പിക്കാൻ അവസരമുണ്ട്. ഗജരത്നം, പത്മനാഭനടക്കം 18 ആനകളാണ് ഊട്ടിൽ അണിനിരുന്നത്. കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണസദ്യയ്ക്ക് പഴപ്രഥമൻ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കും. ബാക്കിയുള്ളത് ലേലം ചെയ്ത് ഭക്തർക്ക് നൽകും. തിരുവോണനാളിൽ ഭക്തർ ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കും. പുലർച്ചെ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ ഭഗവാന് സമർപ്പിക്കും. പിന്നീട് ഭക്തർക്ക് ഓണപ്പുടവ സമർപ്പിക്കാനാകും. ഉഷപൂജ വരെയാണ് ഓണപ്പുടവ സമർപ്പണം. തിരുവോണത്തിന് ഭക്തർക്ക് വിഭവസമൃദ്ധമായ തിരുവോണ സദ്യയും നൽകും. 15,000-ഓളം പേർക്കുള്ള സദ്യയാണ് ദേവസ്വം ഒരുക്കുന്നത്. TCV ഗുരുവായൂർ. കുതിരാനിൽ മിന്നൽ സന്ദർശനം നടത്തി മന്ത്രി വി എസ് സുനിൽകുമാർ. തുരങ്കപാതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി. കളക്ടറുടെയും മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് അടിയന്തരമായി ദേശീയപാതയിലെ കുഴികളടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടും അറ്റകുറ്റപ്പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് ആക്ഷേപം. ക്വിക്ക് സെറ്റിംഗ് കോൺക്രീറ്റ് മിക്സ് ഉപയോഗിച്ച് കുഴികൾ അടയ്ക്കണമെന്ന നിർദ്ദേശം പാലിക്കാതെ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ചാണ് കുഴികൾ അടയ്ക്കുന്നതെന്നും പണികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി മിന്നൽ സന്ദർശനം നടത്തിയത്. ചീഫ് വിപ്പ് കെ രാജൻ MLAയും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അറ്റകുറ്റപ്പണികൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ കരാറുകാരനെ താക്കീത് നൽകിയാണ് മന്ത്രി മടങ്ങിയത്. ഓണക്കാലമായതോടെ കുതിരാൻ മേഖലയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് പ്രകടമായത്. വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കാത്തുകിടക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ദേശീയപാത കുതിരാൻ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചെയ്യണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. അത് അവരുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യണം. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BOT അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ഈ കൃത്യം നിർവഹിക്കാതിരുന്നാൽ അവിടുത്തെ ട്രാഫിക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതിന് ഉത്തരവാദിത്തം ആരാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്? സംസ്ഥാന ഗവൺമെൻറ് ആണോ? സംസ്ഥാന ഗവൺമെൻറ് ഏത് പ്രൊവിഷൻ വെച്ചാണ് കാശ് കൊടുക്കാൻ പറ്റുക? എന്നിട്ട് കേരള സ്റ്റേറ്റ് പല ഘട്ടം കാശ് കൊടുത്തിട്ടുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള 2.5 കോടി കൊടുത്തു എന്ന് പറയുന്നത്. തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതിൽ സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട്. ദേശീയപാതയിൽ പലതവണ സംസ്ഥാന സർക്കാർ ഇടപെട്ട് അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട്. കുതിരാനിലെ ഗതാഗതക്കുരുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഓണമാകുമ്പോൾ കേരളത്തിലെല്ലാം മാറും. കേരളത്തിന്റെ ഹൃദയതാളം മാറും. വിനോദങ്ങൾ മാറും. തിരുമുറ്റങ്ങൾ മാറും. കളികൾ മാറും. വസ്ത്രശൈലിയും മാറും. ഒപ്പം സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ദിവസേന നേടൂ കാർ, സ്കൂട്ടർ, TV, AC, ഗ്രൈൻഡർ, മിക്സി, അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഈ ഓണം ആഘോഷിക്കും ഇരട്ടി മധുരത്തോടെ. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. വാർത്തകളിലേക്ക്.
കുതിരാനിലെ ഗതാഗതക്കുരുക്കിനെതിരെ രണ്ടോണ നാളിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന ലോറി ഉടമകൾ. കുതിരാനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തുരങ്കത്തിന് സമീപത്താണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. ജില്ലാ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രക്ഷോഭം സാഹിത്യകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അനിശ്ചിതകാല പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുതുക്കാട് പറവക്കാരൻ ദേവസി മകൻ 45 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ 4-ന് രാത്രിയിലായിരുന്നു അപകടം. ദേശീയപാതയിൽ പ്രവേശിക്കുന്ന സർവീസ് റോഡിലെ വെള്ളം കെട്ടിനിന്ന കുഴിയിലാണ് ബിജു സഞ്ചരിച്ച സ്കൂട്ടർ വീണത്. തലയിടിച്ച് റോഡിൽ വീണ ബിജുവിനെ യാത്രക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാത്ത ടോൾ കമ്പനിയുടെ അനാസ്ഥയാണ് സ്കൂട്ടർ യാത്രക്കാരന്റെ മരണത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടോൾ കമ്പനിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് ദേശീയപാതയിലെ കുഴിയിൽ സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് ജനങ്ങളുടെ ജീവനെടുക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ശോച്യാവസ്ഥയിലായ റോഡുകളുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഉപരോധ സമരത്തിന് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സിൻഡോ പുതുക്കാട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജോളി ചുക്കരി, സിജു പയ്യപ്പള്ളി, മണ്ഡലം പ്രസിഡന്റ് ജിതിൻ കൊള്ളന്നൂർ, വൈസ് പ്രസിഡന്റ് സച്ചിൻ ഷാജു, ആൽബിൻ സണ്ണി, സ്റ്റെബിൻ പുത്തൂരാൻ എന്നിവർ സംസാരിച്ചു. നാടിന് ഭീഷണിയായി മാറിയ ക്രഷറും ക്വാറിയും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധ ഓണസദ്യ ഒരുക്കി. കുഞ്ഞാലിപ്പാറയിലെ സമരപന്തലിന് മുൻപിലാണ് ഈ വേറിട്ട ഓണസദ്യ വിളമ്പിയത്. മെറ്റൽ, പാറമണൽ, പാറപ്പൊടി, മണ്ണ്, കരിങ്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് തയ്യാറാക്കിയ ചോറും കറികളും വാഴയിലയിൽ വിളമ്പി വട്ടമിട്ടിരുന്നാണ് സമരാനുകൂലികൾ പ്രതീകാത്മകമായി ഓണസദ്യ ഉണ്ടത്. സമരസമിതി ചെയർമാൻ CK രഘുനാഥ്, നാരായണൻ കരിമ്പിൽ, MA സുനിൽ, PG സുബ്രഹ്മണ്യൻ, തങ്കമ്മ പാലക്കട, കല്യാണി കാട്ടുങ്ങൽ തുടങ്ങിയവർ ഈ വേറിട്ട ഓണസദ്യയ്ക്ക് നേതൃത്വം നൽകി. 3 ആഴ്ചയിലേറെയായി തുടരുന്ന സമരത്തിന് നേരെ കണ്ണും കാതും കൊട്ടിയടിച്ച് നിസ്സംഗത പാലിക്കുന്ന അധികൃതരോടുള്ള പ്രതിഷേധം കൂടിയായി ഈ വേറിട്ട ഓണസദ്യ. മറ്റത്തൂർ കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. 3 മുറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കുഞ്ഞാലിപ്പാറയിലെ സമരപന്തലിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി ചെയർമാൻ TK വാസു ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ K ശിവരാമൻ, കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ CK രഘുനാഥ്, വൈസ് ചെയർമാൻ CS സുരേന്ദ്രൻ, കവയിത്രി ബൾക്കീസ് ബാനു, മനുഷ്യാവകാശ പ്രവർത്തകൻ പൂനം റഹീം, RMP ജില്ലാ സെക്രട്ടറി PJ മോൻസി എന്നിവർ സംസാരിച്ചു. ഓണത്തിന് അനധികൃത വിൽപ്പന നടത്തുന്നതിനായി വൻതോതിൽ മദ്യം വാങ്ങി സൂക്ഷിച്ചിരുന്നയാളെ ഇരിങ്ങാലക്കുട CI PR ബിജോയും സംഘവും അറസ്റ്റ് ചെയ്തു. വള്ളിവട്ടം സ്വദേശി കളത്തിപ്പറമ്പിൽ ദിലീപ് കുമാറിനെയാണ് 14 ലിറ്റർ വിദേശമദ്യം സഹിതം പിടികൂടിയത്. 1 വർഷത്തോളമായി ഇയാൾ വീട്ടിൽ മദ്യക്കച്ചവടം നടത്തിവരുന്നു. വീടിന്റെ പുറകുവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിലെ കുറ്റിക്കാടുകളിലാണ് ഇയാൾ മദ്യം സൂക്ഷിച്ചിരുന്നത്. DYSP ഫേമസ് വർഗീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇരിങ്ങാലക്കുട ബീവറേജിൽ നിന്നും മദ്യം വാങ്ങി വരുന്ന വഴിയാണ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ മദ്യം കണ്ടെത്തുകയായിരുന്നു. ഇരട്ടിയിലധികം വിലയ്ക്കാണ് ഇയാൾ മദ്യം വിതരണം നടത്തിയിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ അനൂപ് ലാലൻ, വൈശാഖ് മംഗലത്ത്, ജോബി ജോസഫ്, ജോസഫ് KT, അപർണ ലവകുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ആറാട്ടുപുഴയിൽ മദ്യപിച്ചുകൊണ്ടിരുന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഒപ്പം മദ്യപിച്ചിരുന്ന 3 പേരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറാട്ടുപുഴ സ്വദേശി 62 വയസ്സുള്ള സുകുമാരനാണ് മരിച്ചത്. ഉച്ചതിരിഞ്ഞ് കൂട്ടുകാരുമൊത്ത് വീട്ടിൽ മദ്യപിക്കുന്നതിനിടെ ബോധരഹിതനായതിനെ തുടർന്ന് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖമുള്ളയാളാണ് മരണമടഞ്ഞ സുകുമാരൻ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്നും 65 പവനും 1.5 ലക്ഷവുമായി ഡ്രൈവർ മുങ്ങിയതായി പരാതി. ക്യാപിറ്റൽ എൻക്ലേവ് ഫ്ളാറ്റിലെ താമസക്കാരിയായ സീമ ജോസഫാണ് ഡ്രൈവർ ആലപ്പുഴ സ്വദേശി പ്രിൻസിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. കാറിനുള്ളിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് ഫ്ളാറ്റ് തുറന്നാണ് ആഭരണങ്ങളും പണവും കവർന്നതെന്ന് പരാതിയിൽ പറയുന്നു. വിവാഹ ചടങ്ങിനായി വീട്ടുകാർ പോയ സമയത്താണ് മോഷണം നടന്നിട്ടുള്ളത്. ഫ്ളാറ്റ് ഉടമയുടെ കാറിന്റെയും അലമാരയുടെയും താക്കോൽ ഡ്രൈവർ കൊറിയർ വഴി അയച്ചു കൊടുത്തതായി പോലീസ് പറഞ്ഞു. ഡ്രൈവറോട് പോലീസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പോലീസിന്റെ നിർദ്ദേശമനുസരിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല.
മുത്തലാഖ് കേസിൽ തൃശൂർ ജില്ലയിലും നടപടി സ്വീകരിച്ച പോലീസ്. ആലത്തൂർ സ്വദേശിയായ യുവാവിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. ഒല്ലൂക്കര സ്വദേശിനി നൽകിയ പരാതിയിൽ ആലത്തൂർ സ്വദേശി റഹ്മാനിയ മൻസിൽ അബ്ദുൾ നാസറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. നിയമപരമായി വിവാഹം കഴിച്ച ശേഷം മെയ് 2-ാം തീയതി നിയമവിരുദ്ധമായി 3 തവണ തലാഖ് ചൊല്ലിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മുത്തലാഖ് ബിൽ പ്രാബല്യത്തിലായതിനു ശേഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന 3ാമത്തെ കേസാണിത്. ദേശീയപാതയിൽ കൊരട്ടി പെരുമ്പിയിൽ നിയന്ത്രണം വിട്ട KSRTC ബസ്സിടിച്ച് കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന വരാപ്പുഴ സ്വദേശി ആരോണിന് നിസ്സാര പരിക്കേറ്റു. തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന കാറിന്റെ പിന്നിലിടിച്ചത്. 20 അടിയോളം ആഴത്തിലേക്ക് വീണ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട KSRTC ബസ്സിടിച്ച് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും തകർന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ വെള്ളാഞ്ചിറ ചിറപ്പറമ്പിൽ സുദർശന് സാരമായി പരിക്കേറ്റു. ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട്ടേക്ക് പോയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. നിയന്ത്രണം തെറ്റിയ ബസ് സർവീസ് റോഡിൽ കിടന്ന പിക്കപ്പ് വാനിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി. ദേശീയപാതയിൽ അരമണിക്കൂർ നേരം ഗതാഗതം സ്തംഭിച്ചു. ഗുരുവായൂർ BSNL ഓഫീസിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. ചവക്കാട് സ്വദേശി കുമ്പുറത്ത് വീട്ടിൽ അഷ്റഫിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറുകൾ കയറ്റിവന്ന കണ്ടെയ്നർ ലോറിയിൽ തട്ടി കാഞ്ഞാണി മുതൽ വാടാനപ്പള്ളി വരെയുള്ള KSEB കേബിൾ TV ലൈനുകൾ വ്യാപകമായി നശിച്ചു. മണലൂർ, കാരമുക്ക്, പാലാഴി, കണ്ടശങ്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ കേബിൾ ശൃംഖല ഇതുമൂലം തകരാറിലായി. BSNL ബ്രോഡ്ബാൻഡ് സർവീസുകളും തടസ്സപ്പെട്ടു. റോഡ് ക്ലിയറൻസ് പാലിക്കാതെ എളുപ്പവഴിയിൽ വരുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള വിഷൻ കേബിൾ TV സേവന കൂട്ടായ്മയായ കണ്ടശങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻസ് അധികൃതർ ആവശ്യപ്പെട്ടു. ദേശീയപാത 66 മതിലകം ബ്ലോക്ക് ഓഫീസിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിൽ ഇടിച്ചുകയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പെരിങ്ങോട്ടുകര പൊന്നമ്പലത്ത് വീട്ടിൽ സുരേഷ് ബാബു, തിരുവനന്തപുരം ശ്രീധന്യയിൽ സുന്ദരന്റെ മകൻ അജിത് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുന്നക്ക ബസാർ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. മൂകാംബികയിൽ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന അജിത് കുമാറും കുടുംബവും സഞ്ചരിച്ചിരുന്ന ആഡംബര കാർ എറണാകുളത്തേക്ക് പോകുന്ന ടാക്സി കാറിൽ ഇടിക്കുകയായിരുന്നു. റോഡരികിൽ ഒതുക്കിയിട്ടിരുന്ന മതിലകം കല്ലറയ്ക്കൽ നാസറിന്റെ ഓട്ടോറിക്ഷയിലാണ് കാറുകൾ ഇടിച്ചു കയറിയത്. നാട്ടുകാരും പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മറ്റൊരു ഇടവേള. ജോസാലുക്കാസിൽ ഓണം പൊന്നും പുടവയും ഓഫർ. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ട ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ നിന്ന് സൗജന്യമായി ഷോപ്പ് ചെയ്യാനുള്ള ഗിഫ്റ്റ് വൗച്ചറുകൾ ഇപ്പോൾ സ്വന്തമാക്കാം. ഒപ്പം പണിക്കൂലിയിൽ 35% വരെ ഡിസ്കൗണ്ടും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാനായി മികച്ച എക്സ്ചേഞ്ച് സൗകര്യം. കൂടാതെ ഡയമണ്ടിന് 20% ഡിസ്കൗണ്ട്. ഏവർക്കും ഈ ഓണം ഐശ്വര്യം നിറഞ്ഞതാകട്ടെ. ജോസാലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിലേക്ക് തിരികെ. ചിറക്കിക്കോട് യുവാവിനെ ആക്രമിച്ച കേസിൽ 7-അംഗ സംഘത്തെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മുളയം സ്വദേശികളായ എടത്തറ വീട്ടിൽ രാഹുൽ, പുളിയത്തുപറമ്പിൽ ഋഷിക്രാഗ്, സഹോദരൻ വിഷ്ണു, പുളിങ്കുഴി വീട്ടിൽ ആരോമൽ, പീച്ചി സ്വദേശി തൃപ്പാക്കൽ അഖിൽ, ഒല്ലൂക്കര സ്വദേശി മാളിയേക്കൽ ശരത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. ചിറക്കിക്കോട് സ്വദേശി സച്ചിനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് കമ്പിവടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന 2 ബൈക്കും ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി ഓണവിശേഷങ്ങൾ. പുലിമടകളിൽ പുലിയൊരുക്കം സജീവം. പുലിതാളവും ചുവടുകളും ആവേശപൂർവ്വം നെഞ്ചേറ്റാൻ പുതുതലമുറയും രംഗത്ത്. തൃശൂരിന്റെ സിരകളിൽ ഇഴചേർന്ന പുലിക്കളി എന്ന കലാരൂപത്തിന്റെ ആവേശത്തിനൊപ്പം ചുവടുവയ്ക്കുകയാണ് പുതുതലമുറ. അയ്യന്തോൾ തൃക്കുമാരകുടം ടീമിനൊപ്പമുള്ള കുട്ടിപ്പുലികളിൽ ഇത്തവണ 2 മിടുക്കുകളും ചുവടുവയ്ക്കാൻ എത്തുന്നുണ്ട്. നിരവധി സിനിമകളിൽ മുഖം കാട്ടിയിട്ടുള്ള വൈഗയും കൂട്ടുകാരുമാണ് പുലിത്താളത്തിനൊപ്പം ചുവടുകൾ പരിശീലിക്കുന്നത്. വൈഗ, സന എന്ന പെൺകുട്ടികൾക്കൊപ്പം 3.5 വയസ്സുകാരൻ ശ്രാവണും കുട്ടിപ്പുലിയായി വേഷമിടും. ഹോളി ഫാമിലി സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വൈഗ. ഒടിയൻ, ആമി, സദൃശവാക്യം, പട എന്നീ സിനിമകളിലാണ് വൈഗ വേഷമിട്ടിട്ടുള്ളത്. ഒടിയൻ, ആമി, സദൃശവാക്യം, പട, ഭരതനാട്യം പഠിക്കാറുണ്ട്. എനിക്ക് ചേരാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പോഴാണ് ചേരണ പുലിക്കളിക്ക്. കണ്ടിട്ടുണ്ട്. അച്ഛൻ കളിക്കണ്ട്. വിവേകോദയം സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സന പുലിക്കളി കണ്ടും കേട്ടും അറിഞ്ഞതിന്റെ ആവേശത്തിലാണ് പുലിവേഷമിടാൻ എത്തിയിട്ടുള്ളത്. ഞാൻ 1-ലാ പഠിക്കണേ. അപ്പോൾ എനിക്ക് പുലി കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുലി കളിക്ക് ചേരുക. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഞാൻ പുലി കളിക്ക് കയറണം. ഞാൻ വീട്ടിൽ പോയി ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യും.
ആദ്യമായി പുലിവേഷമണിയുന്നതിനായി കൃത്യമായ പരിശീലനം നടത്തിയാണ് ഈ പെൺകുരുന്നുകൾ തയ്യാറെടുക്കുന്നത്. ഇവരെ പുലിക്കോട്ടിന്റെ താളത്തിനൊത്ത് ചുവടുവയ്ക്കാൻ പ്രാപ്തരാക്കുന്ന തിരക്കിലാണ് ടീമിലെ മുതിർന്ന കലാകാരന്മാർ. പുലിക്കളിയിലെ പുരുഷ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ പെൺപുലികൾ രംഗത്തെത്തിയിരുന്നു. അത്തരം പതിവിനെ തുടർച്ചയൊരുക്കുകയാണ് പുലിച്ചുവടുമായി രംഗത്തെത്തുന്ന ഈ കുട്ടി പെൺപുലികൾ. TCV ന്യൂസ്, തൃശൂർ. നാലോണ നാളിൽ തൃശൂർ സ്വരാജ് റൗണ്ട് കീഴടക്കാനെത്തുന്ന പുലിക്കൂട്ടങ്ങൾ അണിയുന്ന ചമയങ്ങളുടെ പ്രദർശനത്തിന് തൃശൂർ ബാനർജി ക്ലബ്ബിൽ തുടക്കമായി. തൃശൂർ കോർപ്പറേഷനും ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്നൊരുക്കുന്ന പുലിക്കളി ചമയ പ്രദർശനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി EC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് K രാജൻ, മേയർ അജിത വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ S ഷാനവാസ്, ഡെപ്യൂട്ടി മേയർ റാഫി ജോസ്, ബാനർജി ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് ആലുക്കാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കുമാരംകുടം, കോട്ടപ്പുറം സെന്റർ, കോട്ടപ്പുറം ദേശം, വിയൂർ ദേശം, വിയൂർ സെന്റർ, അയ്യന്തോൾ ദേശം എന്നിങ്ങനെ ഇത്തവണ പുലിക്കളി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന 6 സംഘങ്ങളുടെയും പുലിവേഷങ്ങൾ അണിനിരത്തിയുള്ള പുലിച്ചമയ പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾക്ക് ബാനർജി ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് ആലുക്കാസ് ഉപഹാരങ്ങൾ കൈമാറി. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ഗൃഹാതുരത ഉണർത്തുന്ന ഓണഗീതം ഓർമ്മ വേണം എന്ന ഓണപ്പാട്ടാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളത്. ഓണമാണ് പൊന്നോണമാണ്, ഓർമ്മകളായിരമാണ്, പോയൊരു നാളിലെ നന്മയാണ്, ഓണമേറെ പ്രിയമുള്ളതാണ്. TCV സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാലാണ് രചനയും സംഗീതവും നിർവഹിച്ചത്. മണികണ്ഠൻ അയ്യപ്പയാണ് ഗാനം ആലപിച്ചത്. ഓണമാണ് പൊന്നോണമാണ്, ഓർമ്മകൾ ആയിരമാണ് എന്ന് തുടങ്ങുന്ന വരികൾ പോയ നാളിലെ നന്മകളാണ് വരച്ചിടുന്നത്. പ്രളയത്തിൽ നിന്ന് കരയേറിയ കേരളത്തെ പാട്ടിൽ വരച്ചിടുന്നുണ്ട്. മുകിൽ പ്രളയമായി മാറി മാമലയാകെ ഒലിച്ചു വന്നു, ഒന്നായി കൈകോർത്ത് തോളോട് തോൾ ചേർന്ന് പുതിയൊരു പാഠം പകർന്ന നാട്. മലയാളത്തിന്റെ ഒരുമ ലോകത്തിന് പാഠം പകർന്ന കഥ പറയുന്ന പാട്ട് ഈ ഒരുമ ഇനിയുള്ള കാലവും ഉണ്ടാകണമെന്ന് പറഞ്ഞ് പൂർണ്ണമാകുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ സംഗീതാൽബം ഇതിനകം വൈറലായി മാറിക്കഴിഞ്ഞു. ആയിരമോണങ്ങൾ ഒന്നിച്ചുണ്ണണം, ആവണിത്തുമ്പികൾ പാറണം, ഒന്നാണു നമ്മൾ ഒരു മനസ്സുള്ളോർ മലയാള മണ്ണിന്റെ മക്കൾ. ന്യൂസ് ഡെസ്ക് TCV. മലയാള ഫ്രണ്ട്സ് പുഷ്പഗിരിയുടെ ആഭിമുഖ്യത്തിൽ കല്യാൺ ഗ്രൂപ്പിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം പൂങ്കുന്നത്ത് നടന്നു. പുങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം ഹാളിൽ നടന്ന ഓണക്കിറ്റ് വിതരണം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രളയകാലത്ത് കല്യാൺ ഗ്രൂപ്പ് നൽകിയ സഹായങ്ങൾ ഏറെ മഹത്തരമാണെന്നും ഓണക്കാലത്ത് നൽകുന്ന ഓണക്കിറ്റ് വിതരണം 25 വർഷമായി തുടരുന്നു എന്നത് വലിയ കാര്യമാണെന്നും മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. TN പ്രതാപൻ MP, മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ, കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമൻ, കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ, കൗൺസിലർ V രാവുണ്ണി, K ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർച്ചയായി 25 വർഷമായി ഓണക്കാലത്ത് ഫ്രണ്ട്സ് പുഷ്പഗിരിയുടെ ആഭിമുഖ്യത്തിൽ കല്യാൺ ഗ്രൂപ്പിന്റെ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം നടത്തിവരുന്നു. ഇത്തവണ 1300 പേർക്കാണ് സൗജന്യ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തത്. TCV തൃശൂർ. തൃശൂർ DTPCയുടെയും PG DMCയുടെയും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന PG ഡാം ഓണാഘോഷ പരിപാടികൾ ഈ മാസം 15 വരെ നീണ്ടുനിൽക്കുമെന്ന് PG DMC ചെയർമാനും ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് K രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി റൈഡുകൾ, സ്റ്റാളുകൾ ഉൾപ്പെടെയുള്ള കാർണിവലും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവോണ ദിവസമായ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ നയിക്കുന്ന പൂവണി പൊന്നിൻ ചിങ്ങം എന്ന ഹാസ്യ സംഗീത സദസ്സ് അരങ്ങേറും. വ്യാഴാഴ്ച രാവിലെ 11-ന് കുട്ടികളും കർഷകരും പങ്കെടുക്കുന്ന കർഷക സംവാദ സദസ്സ് ജലസേചന വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഉച്ചതിരിഞ്ഞ് 3-ന് കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, തൈവമക്കൾ നാടൻപാട്ട് കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും അരങ്ങേറും. വൈകിട്ട് 4-ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് അഖില കേരള വടംവലി മത്സരം നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് കൈതോല നാടൻപാട്ടുകൂട്ടം ഒരുക്കുന്ന നാടൻപാട്ടുകളും അരങ്ങേറും. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി PG ഡാം സന്ദർശന സമയം രാത്രി 9 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്.
രാത്രി 8 വരെ സന്ദർശന പാസ് ലഭിക്കും. ദീപാലങ്കൃതമായ ഡാമും പരിസരവും സന്ദർശിക്കാൻ ദിവസവും നിരവധി പേരാണ് എത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. PGDMC ചെയർമാനും ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് കെ രാജന്റെ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PGDMC വൈസ് ചെയർമാൻ അനിത വാസു, തൃശൂർ DTPC സെക്രട്ടറി ഡോക്ടർ എ കവിത എന്നിവരും പങ്കെടുത്തു. TCV തൃശൂർ. ഓണത്തോടനുബന്ധിച്ച് കല്യാൺ സിൽക്സ് ഒരുക്കിയ ഓണത്തോടൊപ്പം 1.5 കോടി സമ്മാന പദ്ധതിയിലെ ആദ്യ 2 നറുക്കെടുപ്പിൽ വിജയികളായ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ ഉപഭോക്താക്കൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ സോണി ജോസഫ്, സ്റ്റോർ മാനേജർ അജീഷ് ബാബു, ഫ്ലോർ മാനേജർ അനീഷ് ജി നായർ എന്നിവർ ചേർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1 ടൺ ഇൻവെർട്ടഡ് AC ലഭിച്ച മുളയം സ്വദേശിനി വള്ളൂർ വീട്ടിൽ വിജയ ശ്രീനിവാസ്, ഗ്രൈൻഡറിന് അർഹയായ തൃശൂർ മൈലിപ്പാടം സ്വദേശിനി മൂത്തടത്ത് ലളിത മേനോൻ, മുളങ്ങുന്നത്തുകാവ് സ്വദേശി വള്ളൂക്കാട്ടിൽ കുട്ടൻ എന്നിവരാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 10 വരെ 25 ദിവസം കല്യാൺ സിൽക്സിന്റെയും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും വിവിധ ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് 1.5 കോടിയുടെ സമ്മാന പദ്ധതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദിവസവും ഓരോ ഫോക്സ് വാഗൻ ആമിയോ കാർ, സ്കൂട്ടർ, LED TV, ഇൻവെർട്ടർ AC, 4 മിക്സർ ഗ്രൈൻഡർ കൂടാതെ 3 ലക്ഷം രൂപ വില വരുന്ന ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സമ്മാന പദ്ധതിയുടെ ഭാഗമായുള്ള അടുത്ത നറുക്കെടുപ്പ് ശനിയാഴ്ച കല്യാൺ സിൽക്സിന്റെ കൽപ്പറ്റ ഷോറൂമിൽ വെച്ച് നടക്കും. തളിക്കുളം സ്നേഹതീരത്തെ ഓണാഘോഷത്തിന് ഹെലികോപ്റ്റർ യാത്രയോടെ ആവേശത്തുടക്കം. തളിക്കുളം DMCയും ചിപ്സൺ ഏവിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഹെലികോപ്റ്റർ യാത്ര മറക്കാനാവാത്ത ദൃശ്യവിരുന്നായി. ആദ്യ ദിനത്തെ ഹെലികോപ്റ്റർ യാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആകാശയാത്ര നാട്ടുകാർക്ക് പുതിയ അനുഭവമാണ് നൽകുകയെന്ന് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. DMC ചെയർപേഴ്സൺ കൂടിയായ ഗീതാ ഗോപി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, KM ജയദേവൻ എന്നിവർ ആദ്യ യാത്രയിൽ പങ്കെടുത്തു. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബ്രഹ്മകുളം മുസ്ലിം പള്ളിക്ക് മുൻപിൽ ചൊവ്വാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. ഗുരുവായൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ഗുരുവായൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആളൂരിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം. കദളിച്ചിറ സ്റ്റോപ്പിന് സമീപത്തെ കുറ്റിക്കാടൻ ട്രേഡേഴ്സിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. ജാതിക്ക ഉൾപ്പെടെയുള്ള മലഞ്ചരക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടു. കടയുടെ മേൽക്കൂരയിലെ ഷീറ്റ് ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. ആളൂർ പോലീസ് കേസെടുത്തു. കൃഷ്ണൻകോട്ടയിൽ പുഴയിൽ ചാടിയ യുവതിയെ കാണാതായി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും പകൽ മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പൊയ്യ സ്വദേശിനി രാജിയാണ് പുഴയിൽ ചാടിയത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. യുവതിയെ കാണാതായത് സംബന്ധിച്ച് സഹോദരൻ മാള പോലീസിൽ പരാതി നൽകിയിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തിമാരായ പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി, ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ എന്നിവർ ആദ്യ കുല സമർപ്പിച്ചു. തുടർന്ന് ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു. ചടങ്ങിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാർ, മാനേജർ സുരേഷ് കുമാർ, സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ, സെക്രട്ടറി ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ഓണം മെഗാ ഓഫറുകൾ ഒരുക്കുന്നിൽ ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. സഹോദരങ്ങൾ വിദേശത്തും സ്വദേശത്തുമായി മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മരിച്ചു. മാള തെറ്റയിൽ എടാട്ടുകാരൻ 92 വയസ്സുള്ള EK ഔസേപ്പും സഹോദരൻ 77 വയസ്സുള്ള ഡോക്ടർ EK സ്റ്റാൻലിയുമാണ് മരിച്ചത്. മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ മുൻ പ്രധാന അധ്യാപകനായ EK ഔസേപ്പ് നാട്ടിലും ഡോക്ടർ EK സ്റ്റാൻലി USA-യിലുമാണ് മരിച്ചത്. ഔസേപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ 12-ന് ഉച്ചതിരിഞ്ഞ് 3-ന് മാള ഫൊറോന പള്ളിയിൽ നടക്കും. ഡോക്ടർ EK സ്റ്റാൻലിയുടെ സംസ്കാര ചടങ്ങുകൾ 14-ന് USA-യിൽ നടക്കും. ഗുരുവായൂരപ്പന് ഉത്രാട തിരുമുൽ കാഴ്ചയായി ചതുർബാഹുവായ വിഷ്ണുവിന്റെ പൂക്കളം തീർത്തു. VK അജി, VK ഉണ്ണികൃഷ്ണൻ, VK സുജിത് എന്നിവരുടെയും കൃഷ്ണനാട്ടം കലാകാരൻ സുമേഷിന്റെയും നേതൃത്വത്തിൽ 40ഓളം പേർ ചേർന്ന് 7 മണിക്കൂർ സമയമെടുത്താണ് കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുൻപിൽ പൂക്കളം തീർത്തത്. വിഷ്ണുവിനെയും പുറകിൽ നിൽക്കുന്ന അനന്തനെയും പൂക്കൾ കൊണ്ട് വർണ്ണാഭമായി ചിത്രീകരിച്ചു. ഭക്തി തുളുമ്പുന്ന മനോഹരമായ പൂക്കളത്തിലേക്ക് ഭക്തർ കാണിക്കയർപ്പിച്ചു. ക്ഷേത്രത്തിന് മുൻപിൽ പൂക്കളത്തിന്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാൻ ഭക്തരുടെ തിരക്കായിരുന്നു. 1.5 ലക്ഷം രൂപയോളം ചെലവ് വന്നതായി പൂക്കളമൊരുക്കിയവർ പറഞ്ഞു.
കോർപ്പറേഷൻ പാട്രാക്കൽ ഡിവിഷനിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ദേവമാത പബ്ലിക് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA PA മാധവൻ, മുൻ മേയർ K രാധാകൃഷ്ണൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ, മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പാട്രാക്കൽ ഡിവിഷനിലെ എല്ലാ കുടുംബങ്ങൾക്കും ചടങ്ങിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ബഹസാദ് ഗ്രൂപ്പ് ചെയർമാനും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോന്റെ സഹകരണത്തോടെയാണ് പാട്രാക്കൽ ഡിവിഷനിലെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. സെർവൻസ് ഓഫ് ഗോഡ് ജീവകാരുണ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട രോഗികൾക്ക് ഓണസദ്യ നൽകി. വീൽചെയർ, കൃത്രിമക്കാൽ, സ്ട്രക്ചർ, എയർബെഡ് എന്നീ ഉപകരണങ്ങളുടെ വിതരണവും തൃശൂരിൽ നടന്നു. ചലച്ചിത്രതാരം സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു. സെർവൻസ് ഓഫ് ഗോഡ് പ്രസിഡന്റ് ജോസ് നെലിയാറ്റിങ്കൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PA ഫ്രാൻസിസ്, ട്രഷറർ KK രാജു, ജോയിന്റ് സെക്രട്ടറി ആൽഫി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ലെൻസ്ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നടന്ന ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TC ജോർജ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ വിനോദ് തൈക്കാട്ടിൽ, CK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീഡിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 3515 രൂപ, വെള്ളി 10 ഗ്രാമിന് 470 രൂപ, തങ്കം ഗ്രാമിന് 3935 രൂപ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാലസ് റോഡ്, തൃശൂർ. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളക്കര. ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഗുരുവായൂരിൽ ഉത്രാടക്കുല സമർപ്പണത്തിന് വൻ തിരക്ക്. കുരുക്കഴിയാതെ കുതിരാൻ മിന്നൽ സന്ദർശനം നടത്തി മന്ത്രി VS സുനിൽകുമാർ. തുരങ്കപാതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി. പുതുക്കാട് ദേശീയപാതയിൽ സർവീസ് റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. ടോൾ കമ്പനിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് നാട്ടുകാർ. കുഞ്ഞാലിപ്പാറയിൽ വേറിട്ട പ്രതിഷേധമൊരുക്കി നാട്ടുകാർ. ക്രഷറും ക്വാറിയും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കരിങ്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിഭവമൊരുക്കി ഓണമുണ്ടായിരുന്നു വേറിട്ട പ്രതിഷേധം. വിൽപ്പനയ്ക്കായി വീട്ടിൽ വൻതോതിൽ മദ്യം വാങ്ങി സൂക്ഷിച്ചിരുന്നയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വള്ളിവട്ടം സ്വദേശി ദിലീപ് കുമാറാണ് പിടിയിലായത്. തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്നും 65 പവനും 1.5 ലക്ഷം രൂപയും നഷ്ടമായി. പണവും സ്വർണവും കവർന്ന ഡ്രൈവർ മുങ്ങിയതായി പരാതി. ജില്ലയിലെ മുത്തലാഖ് കേസിൽ നടപടി സ്വീകരിച്ച പോലീസ്. ആലത്തൂർ സ്വദേശിയായ യുവാവിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കും. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ഈ ഓണം ആഘോഷിക്കും ഇരട്ടി മധുരത്തോടെ. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. ആഘോഷങ്ങളെന്നും വേണൂസിനൊപ്പം. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശൂർ.